കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ല സുപ്രഭാതം നേരുകയാണ്. നമുക്കറിയാം, ഇന്നലെ നിങ്ങളോട് ചോദ്യം ചോദിച്ച് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഞാൻ ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു എന്ന് എനിക്കറിയാം. അറിയാതെ പറ്റിപ്പോയ അബദ്ധമാണ്, ക്ഷമിക്കുക. നമ്മൾ ഇന്നലെ ചോദിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് നമ്മൾ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ശ്രീറാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരിയാണ്. ശ്രീറാം സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഗോദാവരിയാണ്. ഇന്നത്തെ ചോദ്യം നമുക്ക് ചോദിക്കാം. മൂന്ന് ചോദ്യം സാധാരണ മുൻകാലങ്ങളിൽ വന്നിരുന്ന ചോദ്യങ്ങളും 2 കറന്റ് അഫയേഴ്സാണ് നമ്മൾ പറയുന്നത്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെയാണ്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് കൊണാർക്കിലെ സൂര്യക്ഷേത്രത്തെയാണ് ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, സിന്ധു നദിയാണ് ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറുള്ള നദി. സിന്ധു നദിയാണ് ഇന്ത്യയിലെ ഉപഭൂഖണ്ഡത്തിലെ പടിഞ്ഞാറുള്ള നദി. മൂന്നാമത്തെ ചോദ്യം, സൗരകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ്? സൗരകേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ് ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് സൗര കേന്ദ്ര സിദ്ധാന്തത്തിന്റെ പിതാവ്. ഇനി കറന്റ് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ചോദിക്കാം. കേരളത്തിലെ സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? ഡോക്ടർ AP അഹമ്മദ് കബീർ ആണ് കേരളത്തിലെ സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഒന്നുകൂടെ ആവർത്തിക്കാം. ഡോക്ടർ AP അഹമ്മദ് കബീർ ആണ് കേരളത്തിലെ സാക്ഷരതാ മിഷൻ ഡയറക്ടർ. ഇനി അഞ്ചാമത്തെ ചോദ്യം, ഫെഡറൽ ബാങ്ക് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്ന ബാങ്ക്. ഫെഡറൽ ബാങ്ക് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെന്റർ സ്ഥാപിക്കുന്ന ബാങ്ക്. 5 ചോദ്യം കഴിഞ്ഞു. നമുക്ക് നിങ്ങളോട് ചോദിക്കൊരു ചോദ്യം. നിങ്ങളോട് ചോദിക്കാന്ന് പറയുമ്പോൾ നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഓർത്ത് വയ്ക്കേണ്ട ഒരു ചോദ്യമാണ്. ചേരിചേര സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? ചേരിചേര സംഘടന രൂപീകരിച്ച വർഷം ഏതാണ്? ഓക്കെ, താങ്ക് യു. ഞാൻ ശിവദാസൻ നന്ദിയാട്ട്, വൺ സ്ട്രഗിൾ മീഡിയ.